ഹായ് ഹലോ. അപ്പോൾ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഞാൻ വേറെ വീഡിയോയിൽ എടുത്തിട്ടാട്ടെ കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് ഇതിനും തബ്ലൈനൊന്നും ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ കേട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോസ് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ട്രെയിന് പോകട്ടാ. കുട്ടികളെ സന്തോഷം അതല്ലേ നമ്മള് സന്തോഷം അല്ലേ? കുട്ടികളെ ട്രെയിനാണെങ്കിൽ അത് എന്തായാലും വേണ്ടില്ല. അതിന് കുട്ടികളെന്ന് മാത്രല്ല ഇവിടെ എല്ലാരും അതും നമുക്ക് നഷ്ടമായി. നഷ്ടം സാരല്ല, എന്തേലും ഒരു നഷ്ടമൊക്കെ വേണ്ടേ? എപ്പോഴും ഒരു പോലെ ആയാൽ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് പുറത്ത് വ്യൂസ് ഒക്കെ കാണാട്ടാ. എന്താ പഠിക്കണേ? എങ്ങനെയുണ്ട് ട്രെയിൻ? ഇഷ്ടായാ? നമുക്ക് ഇഷ്ടായാ? ഐശുള്ള കാഴ്ച കാണട്ടെ. മറ്റേതൊക്കെ അപ്പുറത്താണ് കേട്ടോ. ബാക്കിലായിട്ട് ഇരിക്കണ. ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല. എന്താ എന്താ കാട്ടി? അതാ അവള് ഐശു അതാ. ഞാൻ ടോയ് ട്രെയിനിൽ കയറാൻ ഭാഗ്യമില്ല. ഇങ്ങനെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 5:30ക്കുള്ളൂ. നമുക്കിനി വൈകുന്നേരം ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇറങ്ങും. കുറച്ച് സ്ഥലം കൂടി കണ്ടിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് ടൈം. പിന്നെ വരുന്നവരെ ശ്രദ്ധയ്ക്ക് 310 രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. 20 കിലോമീറ്റർ. 2 മണിക്കൂർക്കും 5:30ക്കും കേട്ടോ. ചോറിനല്ല ഇനി ഞങ്ങ പക്ഷെ ചോറുന്നില്ല. കാരണം എന്താന്ന് വെച്ചാ ചെറിയ അരിയ. അതെങ്ങാനും വല്ല പണി പൊന്നേരിയ. ഞാൻ 2-3 ആൾക്കാർ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ മാഗി ഇവിടെ മുട്ട അത് ഒക്കെ തിന്നിട്ട്. അപ്പോൾ നമ്മളിവിടെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ വന്ന് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിസിറ്റും കാര്യങ്ങളും കാണിച്ചു തരാം. അവിടെ ഇഷ്യൂന് അല്ല എനിക്ക് ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡ് ഓംപ്ലേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയ് 15-ാം തീയതി എന്തോണ്ട് ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ തോന്നുന്നുണ്ട്. അവിടെ പണി നടക്കുന്നുണ്ടോ? അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ല അത്യാവശ്യത്തിന് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ആ സൈഡ് ഈ സൈഡൊക്കെ ഉണ്ട്. സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. അടിപൊളി, നല്ല തണുപ്പുണ്ട്. പിന്നെ തമിഴിൽ എഴുതിയുള്ള നമുക്ക് തമിഴ് അറിയണ കാരണം നമ്മളത് വായിച്ചു. ഫൈൻ ഉണ്ട് കേട്ടോ. ഫ്ലവർ പൊട്ടിച്ചു 500 രൂപ ഫൈന്. ചേച്ചി ഞങ്ങളെ നാട്ടിലുണ്ട് ഈ ഫ്ലവർ. 500 രൂപ വേണ്ട, 1 രൂപ വേണ്ട. അവിടെ ആർക്കും വേണ്ടാണ്ട് നാശാക്കി കളിക്കാം. അത് വേണ്ട. ഓക്കെ, അത് ശരിയാ. എന്നാ ഇവിടെ ഗാർഡൻ ഓപ്പണിങ്? അല്ല, ഓപ്പണിങ് എന്നാ? ഫ്ലവർ ഷോ 15-ാം തീയതി അല്ലേ? 16. ഓക്കെ. മനസ്സിലാകണില്ലേ? ഓക്കെ, ഇങ്ങോട്ട് വരുവോ? അപ്പൊ അങ്ങനായിട്ട് കളവർ വരുമോ എന്നുള്ളത് അറിയില്ല എന്നാണ് പറഞ്ഞത്. പൊയ്ക്കതാ തന്തപ്പിടി അവിടുന്ന്. അപ്പൊ നമ്മളുള്ളത് ബൊട്ടാനിക്കൽ ഗാർഡൻ ദൂരട്ട് പറഞ്ഞിക്കണേ. അപ്പൊ നല്ല തണവാണ്ട ഗായ്സ്. ഒടുക്കത്തെ തണവ്. അയ്യോ, ഒരു രക്ഷയില്ല. ഊട്ടിലൊന്നും തണവില്ലാന്ന് പറയണ ആരാണാവോ? നമ്മതിരി തണവ്. ബേഗ് വെച്ചിട്ടുണ്ട്.
ഗൈസ് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മളെ നാട്ടിൽ കൊണ്ടുപോയി ഉണ്ടാവില്ല, അതുകൊണ്ട് മേടിച്ചുകൊണ്ടായിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല. ഫുൾ തിരക്കാണ്, നല്ല തിരക്കുണ്ട് ഇവിടെ. അങ്ങനെ നല്ല റെഡ്. ഓ എന്താ രസം ഗൈസ്. അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ ഇതായിട്ട് നിൽക്കണ്. മോമ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തോ താറാവുണ്ട് എന്തോ പറയുന്നുണ്ട്. നോക്കിയൊക്കെ എന്താന്ന്. എന്താ മോമ്മ? എവിടെ എവിടെ? താറാവ് ആര് പറഞ്ഞത്? താറാവന്നെ എനിക്കറിയോ അത് താറാവന്നെ? നല്ല കുട്ടിയാട്ടാ. മീനുകളുണ്ടാ? എവിടെ മീനുകൾ? എവിടെ നിന്നിട്ട്? കണ്ട് കണ്ട് കണ്ട്. താറാവ് ഇത് വരുന്നേടാ മോമ്മന്റെ അടുത്തേക്ക്. മോമ്മന്റെ അടുത്തേക്ക്. നമ്മളെവിടെ മോമ്മോ? കോയ്യാ? നമ്മളിപ്പോ എവിടെ നിക്കണേ? താറാവിന്റെ അടുത്തില്ലേ? ആ അതാ. ഇങ്ങോട്ട് പാട താറാവേ. ആ സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്നു. സൂര്യകാന്തികൾ ബാക്കിൽ സൂര്യകാന്തികൾ. സൂര്യകാന്തികൾ വിരിഞ്ഞു നിൽക്കുന്നു. സൺഫ്ലവർ. മൂമുനെ അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയവനോട് ബായ് പറഞ്ഞിട്ടൊക്കെ പോവട്ടാ. ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നു ഗൈസ്. ഗ്ലാസ് ഹൗസ് അടിപൊളിട്ടാ. നല്ല രസമുണ്ട് കാണാൻ. ആ ഓയിലേക്ക് വെയിലിട്ടുമ്പോൾ ഒരു ഭംഗി നോക്കിയാ. ഫ്ലവറൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടാ. അടിപൊളി ഫുൾ ഫ്ലവർ ഇതിനുള്ളിൽ. കനിയാസ്ക നല്ല സ്മെല്ലുണ്ടല്ലേ. മോമുദ ചേച്ചിമാരായിട്ട് വീഡിയോ എടുക്കുന്നുട്ടാ, അല്ല ഫോട്ടോ എടുക്കുന്നുട്ടാ ഗൈസ്. ഇവരിതെറിയണിട്ടാ. ഞങ്ങളെ ഫോട്ടോ കിട്ടിയേ. ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ട് കാണിച്ചു തരണ്ടേ. ഒരു നല്ല എറിഞ്ഞിട്ട് എല്ലാതും ഇവിടെ സെറ്റ് ചെയ്യാണ്. പുഷ്പോത്സവത്തിനുള്ളത് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ബൊട്ടാനിക്കൽ ഗാർഡനിൽ തിരിക്കല്ലേ? അതെ യെസ്ക എന്നാ പോയോ. എന്നപ്പോൾ നമുക്ക് സ്ഥലം കളിയാക്കാം. ഇനി വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അല്ലെ പിന്നെ നമുക്ക് അറിയുന്ന വീഡിയോസോ ഉണ്ടാവുക. മൈസൂരിന് വന്നിട്ട് ഊട്ടി വന്നിട്ട് ചോറിന് കടയിടത് പൈക്കാനായിട്ട് ഞാൻ പറഞ്ഞു. മുട്ടക്കൊന്ന് ആൾക്കാരെ നടന്നിട്ട് ചെയ്യുമ്പോ പണ്ട് ഞാൻ കുമ്പിക്കാനെ വരാനായിട്ട് വന്നിട്ടുണ്ട്. അയ്യോ വീട്ടുകള് കേറിയത്. ഇളയ മക്കളായിട്ടൊന്നും കയറാൻ പറ്റില്ല ഇതിന് മേലെ. എളുപ്പല്ല. ഗായ്സ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കും ഇവിടെ. അവരതവിടെ നീ മോന്നില്ല. അതിനോട് ലൈസ് തന്നെ കേട്ടോ. നല്ല അടിപൊളി കായ ബജ്ജി ഇരുന്നിട്ടോ. കഴിഞ്ഞ് ഞാൻ കോഫിയാണ് കുടിച്ചത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയാസ്ക്കിനോട് പറഞ്ഞു ഇവിടുത്തെ പാൽ അങ്ങനെ പാൽ ഇങ്ങനെയാന്നൊക്കെ. അപ്പം ഞാൻ ബ്ലാക്ക് കോഫി കുടിച്ച് അങ്ങനെ. ഇനിയിപ്പോൾ ഇതാപ്പോൾ സമയതാ 7:30 നേരെ ഇനി
ഇറങ്ങാണ്, ചുരം ഇറങ്ങാണ്. വേറെ എവിടെയും കയറിയില്ല. മൊട്ടാരിക്കാടിന് നേരെ ഇറങ്ങി വൈൻ പോസ്റ്റ് നോക്കാച്ചിട്ട് നോക്കുമ്പോൾ അവിടെ അടച്ചിട്ടേക്ക് കുറേ ഇത്ര അടച്ചിട്ടിട്ട് ഓപ്പൺ അല്ലാന്ന്. അപ്പോൾ അവിടുന്ന് അവിടെ കയറിയില്ല. അപ്പോൾ നേരെ ഞങ്ങൾ പോന്നു. പിന്നെ അങ്ങനെ അപ്പോൾ ഇനി അവിടെ എത്തണ വരെയുള്ള വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ പറ്റത്തിലേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെ നിലമ്പൂര് എത്തിണ്ട്. നിലമ്പൂര് ഏതാ റെജിയെ റാബിയെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെയാണ് എത്തിയുള്ളത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഫുഡ് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റിംഗ് ആണ് ഫുഡിന്. ഇനി നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഓക്കെ, കേക്ക് ഉണ്ടാണാവില്ല. അതുണ്ടെങ്കിൽ ഓൺ വോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ അല്ല, വോയിസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഞാനിതിൽ ഗൈസ്. അപ്പോൾ അത് അവിടെ ഗ്ലാസും മൈൻസും ചമ്മന്തിയൊക്കെ പ്ലേറ്റൊക്കെ എത്തിയിട്ടാ, വെള്ളം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വെയിറ്റിംഗ്. എന്താ പറഞ്ഞുള്ളൂ? ഫുഡ് എന്താ പറഞ്ഞില്ലേ? മന്തിയാ? എങ്ങനെയുണ്ട് ഞാൻ സ്കൂട്ടി ട്രിപ്പ്? അടിപൊളിയായിരുന്നു. 2 ഖജാഞ്ചിന് ഞങ്ങൾ വേറെ വണ്ടിയിൽ ഇറക്കില്ലായിരുന്നു. ആ ഖജാഞ്ചികളാണെങ്കിലാ സ്ഥലം ഏതാന്നൊന്നും പറയില്ല. ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞാലും അയച്ചു രുചിയില്ല. അതാവാ അയച്ചതല്ല, കിട്ടി ചെയ്യില്ല അല്ലേ? ആ ഖജാഞ്ചികളാണ്. ആയിരിക്കണ ഒരു ഖജാഞ്ചി, ഇരിക്കണ ഒരു ഖജാഞ്ചി. അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. ഞാൻ ഇന്നലെ അമ്മ രാത്രി പോകുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചുരത്തില് ആന കണ്ടില്ലേ നമ്മള്? അങ്ങനെ ചുരത്തില് ഞങ്ങക്ക് ഇത്രയും കാലം ടൂർ പോയാൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആന. അതുപോലെ കാട്ടുപന്നിനെ കണ്ട്, എന്താണ് കാട്ടാടാ എന്താണ് കാട്ടുമാന കണ്ട്. എന്താ പറയുന്നത്? കാട്ടിന്നല്ലേ അറിയാ? കാട്ടുമക്കാനിയാ? കാട്ടുമക്കാനി എത്ര? കാട്ടുമക്കാനി അത് കാട്ടിനെ കണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ പേടി പെട്ടെന്ന് ടേണിങ്ങിട്ട് തിരിഞ്ഞത് നേരെ ആനയുടെ മൂട്ടിക്കാൻ പോയതില്ലേ. പക്ഷെ ആന നല്ല ഭക്ഷണം കഴിക്കണ കാരണം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സീനൊന്നും ഉണ്ടായിരുന്നില്ല ആന. അങ്ങനെ ഗൈസ് മന്തി വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ നമ്മളെ വണ്ടിനെ കൊണ്ടിട്ട് എടുക്കാൻ പോവാ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ.